ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് പഴം വെച്ചിട്ട് നല്ലൊരു കുട്ടികൾക്ക് കൊടുത്ത് വിടാം, സ്കൂളിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെഡിയാക്കിയാലോ. നല്ല ഹെൽത്തിയാണ്, ഒട്ടും തന്നെ ഓയിലൊന്നും ഇല്ലാത്ത നല്ലൊരു സ്നാക്കാണ് പഴം വെച്ചിട്ട്. പഴം എല്ലാവരും വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കിയെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിന്. ശരി, നമുക്ക് വേഗം വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം കിട്ടുകയാണെങ്കിൽ അതെടുത്തോളൂ കേട്ടോ. ഇത് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ ഞാൻ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കണം. വെള്ളം കൂട്ടാതെ വേണം ഒന്ന് ഇത് അരച്ചെടുക്കാനായിട്ട്. അരിയുന്നില്ലെങ്കിൽ ഒരു സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. നല്ല പഴുത്ത പഴമാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. അല്ലാതെ ഇതുപോലത്തെ നല്ല ഹാർഡായിട്ടുള്ള പഴമാണെങ്കിൽ ഒരു സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തോളൂ കേട്ടോ. ഇതപ്പോൾ അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു കപ്പോളം കിട്ടിയിട്ടുണ്ട്. ഒരു പഴം വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് ഇതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഇതിനെ മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പറയുന്ന അളവെല്ലാം ഈ കപ്പിന് കറക്റ്റായിട്ടാണ് എടുക്കുന്നുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ്. എത്രത്തോളം പഴം എടുത്തിന് അത്രയും പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. പഞ്ചസാര എടുക്കുമ്പോൾ പൊടിച്ചിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു കപ്പ് ഫുള്ളായിട്ട് ഉണ്ടായിട്ടുണ്ടായില്ല പഴം, 3/4 കപ്പ് അത്ര തന്നെ ഞാനിപ്പോൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് അത്ര തന്നെ പാലെടുക്കാം. അധികം തണുപ്പില്ലാത്ത പാലാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നാൽ ചൂടും ഇല്ല കേട്ടോ പാലിന്. നമുക്ക് ഇതേ സ്പൂണിന് ഒരു സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാം. ഫ്ലേവർ ഇല്ലാത്ത, മണമില്ലാത്ത ഓയിലെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് മൈദപ്പൊടിയാണ്. എത്രത്തോളമാണ് പാലോ പഞ്ചസാരയൊക്കെ എടുത്തിട്ടുള്ളത് അത്രയും തന്നെ പൊടി എടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ റെസിപ്പിയൊക്കെ ഇഷ്ടമായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഇതിലോട്ട് കളറിന് വേണ്ടിയിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരിച്ചിരി ഉപ്പ്, ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ് ചേർത്തത്. ഇതെല്ലാം കൂടി നല്ലോണം കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഉണ്ണിയപ്പ ചട്ടിയാണ്. ഇതിലോട്ട് ഒരല്പം ഞാൻ ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ചൂടാക്കാൻ വെക്കണം. ഇപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കയ്യിൽ വീതം ഇതിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ഫില്ലാകുന്നത് വരെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാനും അതേപോലെ തന്നെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വിടാനും പറ്റിയ നല്ലൊരു സ്നാക്കും കൂടിയാണ്. എന്തായാലും ഇത് തീർച്ചയായും നിങ്ങൾ റെഡിയാക്കി നോക്കണം. നല്ല ഹെൽത്തിയാണ്. പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ തീർച്ചയായും അവർ കഴിക്കും. അങ്ങനെ നമുക്കിത് ചെറിയ തീയിൽ ഒരു 4 മിനിറ്റ് ഒന്ന് വേകാൻ വെക്കണം. വേകുന്ന സമയത്ത് ഇത് മൂടി വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇത് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതേ ചൂടിൽ, തീ ഓഫാക്കിയതിന് ശേഷം ഇതേ ചൂടിൽ ഒന്നിട്ട് കൊടുത്താൽ മതി. അല്ലാതെ നമുക്ക് ഇത് നല്ല ചൂടിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഒന്ന് തണുത്താറിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായി ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.